നമസ്കാരം. നാളെ ഓഗസ്റ്റ് 6 ബുധനാഴ്ചയാണ്. നാളെ ഞാൻ ഈ പരാമർശിക്കുന്ന നാളുകാരായ വ്യക്തികൾക്ക്, രാശിക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമാണ്. രാശിപ്രകാരം നോക്കുമ്പോൾ ഈ നാളുകാർക്കാണ് നാളെ കൂടുതലായും അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുക. എന്നാൽ ചില കാര്യങ്ങളിൽ പ്രത്യേകമായ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. അതേക്കുറിച്ചും വിശദമായി തന്നെ അറിയാം. ഏവരും ഒരു നിമിഷം ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് കർക്കിടകം രാശി. പുണർദം, പൂയം, ആയില്യം എന്നീ നാളുകാരാണ്. ഇവർക്ക് പല സാഹചര്യങ്ങളും, നിലവിലെ പല സാഹചര്യങ്ങളും ആവർത്തിക്കാവുന്നതാണ്. പുതിയ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുവാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു ദിവസമായി തന്നെ മാറാവുന്നതുമാണ്. മറ്റുള്ളവരോട് ആശയങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കുക ദുഷ്കരമാകും. പലരെയും കൺവിൻസ് ചെയ്യുവാൻ അല്പം പ്രയാസപ്പെട്ടു എന്ന് വരാം. കൂടാതെ ഈ സമയം മനസ്സിന് പ്രസന്നത കുറയില്ല എന്നുള്ളതാണ്. പൊതുവെ പറഞ്ഞാൽ സുഖവും സ്വൈര്യവും അനുഭവപ്പെടാവുന്നതാണ്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട്, അതായത് പങ്കാളിയുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും ചില തർക്കങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ സുഹൃത്തുക്കളുടെ, വേണ്ടപ്പെട്ടവരുടെ പിന്തുണ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എതിർ സ്വരങ്ങളെ അവഗണിക്കുവാൻ നിങ്ങൾക്ക് കരുത്ത് നൽകും എന്നുള്ളതാണ്. അതായത് പിന്തുണ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. കൂടാതെ ഈ സമയം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അപ്രതീക്ഷിതമായോ അല്ലാതെയോ ചെലവ് വർദ്ധിക്കാവുന്ന ഒരു ദിവസം തന്നെയാകുന്നു. കൂടാതെ ഗുണകരമായ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ് എങ്കിലും പണമിടപാടുകളുമായി ബന്ധപ്പെട്ട് കരുതൽ ഉണ്ടാകേണ്ട ദിവസമാണ്. ദൗത്യങ്ങളിൽ വിജയിക്കുവാൻ ആവർത്തിച്ചുള്ള ശ്രമങ്ങൾ അനിവാര്യമായ ദിവസമാണ്. മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന ഒരു ദിവസം തന്നെയാണ്. നിങ്ങളുടെ അംഗീകാരം, സ്വീകാര്യത വർദ്ധിക്കുന്ന ദിവസം തന്നെയാണ്. കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. പാരിതോഷികങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പ്രതീക്ഷിച്ച ആദായം പല കാര്യങ്ങളിലൂടെയും വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ വാങ്ങുവാനുള്ള സാധ്യതകളുണ്ട്. ആഗ്രഹിക്കുന്നതായ ഭക്ഷണം അല്ലെങ്കിൽ ഇഷ്ടഭക്ഷണം ലഭിക്കുവാനുള്ള സാധ്യതകളും കൂടുതലാണ്. വിരുന്നുകളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേർന്നു എന്ന് വരാം. ഇന്നേ ദിവസം സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. മഞ്ഞ പുഷ്പങ്ങൾ ഭഗവാന് സമർപ്പിച്ച് ഇന്നേ ദിവസം പ്രാർത്ഥിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ, ഭാഗ്യം അനുകൂലമാകുന്നതിനും ഭഗവാന്റെ കടാക്ഷം വർദ്ധിക്കുന്നതിനും സഹായകരമായി തീരും. ഇന്നേ ദിവസം ഈ കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം എന്നീ നാളുകാർ. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ വിയർപ്പൊഴുക്കേണ്ടതായ ദിവസമായി തന്നെ മാറാം. പല കാര്യങ്ങളിലും പഠനം നടത്തുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ്. അതായത് പല കാര്യങ്ങളും മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കും. ആത്മവിശ്വാസം അല്പം വർദ്ധിക്കാം. ചില കാര്യങ്ങളിൽ പരിഭ്രമിക്കുവാനുള്ള സാധ്യതകളുണ്ട്. വാഗ്ദാനങ്ങൾ പാലിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ധനം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും കൈകളിലേക്ക് വന്നു ചേരാം. അത് സഹായമായാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും അധികാരം ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. സുഹൃത്തുക്കൾക്ക്, വേണ്ടപ്പെട്ടവർക്ക് ഒത്തുചേരുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. കുടുംബകാര്യങ്ങൾ ഭംഗിയായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും, നടത്താൻ സാധിക്കും. ആലോചിച്ചുറപ്പിച്ചതായ കാര്യങ്ങൾ ഭംഗിയായി തന്നെ സാക്ഷാത്കരിക്കുവാൻ സാധിക്കും. മനസ്സിന് വെളിച്ചം ഉണ്ടാകുന്നതായ അല്ലെങ്കിൽ തെളിച്ചം ഉണ്ടാകുന്നതായ സമയമാണ്. ദേഹസുഖം പ്രതീക്ഷിക്കാവുന്ന ദിവസം തന്നെയാണ്. കലാകാരന്മാർക്ക് അല്പം അവസരങ്ങൾ ലഭിക്കുക, ധനം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ പല കാര്യങ്ങളിലും ഓർമ്മയിൽ ഉണ്ടാകേണ്ടതും അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടതും അനിവാര്യമായ ദിവസമാണ്. അല്ലെങ്കിൽ തിരിച്ചടികൾ വന്നു ചേരാം. പല കാര്യങ്ങളിലും രമ്യമായി തന്നെ പരിഹാരം ഉണ്ടാവുകയും അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു ദിവസമായി തന്നെ മാറാം. പല കാര്യങ്ങളിലും പരാശ്രയത്വം വേണ്ടി വരുന്നതായ ദിവസമാണ്. കൂടിയ ആലോചനകളിൽ പല കാര്യങ്ങളിലും
എതിർപ്പുകൾ ഉണ്ടായി എന്ന് വരാം. എന്നാൽ അതെല്ലാം തരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. മനസമാധാനം അല്പം കുറയുവാനുള്ള സാധ്യതകളുണ്ട്. ഗൃഹനിർമ്മാണം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ അല്പമൊന്ന് തടസ്സപ്പെടാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനുകൂലമായി തീരാം. പ്രവർത്തന രംഗത്ത് ശുഷ്കാന്തി വന്നു ചേരുന്ന ദിവസം തന്നെയാകുന്നു. ഇന്നേ ദിവസം സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നതും ഭഗവാന് ഭാഗ്യസൂക്തം നടത്തി പ്രാർത്ഥിക്കുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. കൂടാതെ ഇന്നേ ദിവസം മഞ്ഞ പുഷ്പങ്ങൾ സമർപ്പിക്കുന്നതും തുളസി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകും. ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾ ജപിക്കുന്നത് ഭാഗ്യം ഇരട്ടിപ്പിക്കുകയും അനുകൂലമായ ഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകരമായി തീരുകയും ചെയ്യും. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. വൃശ്ചികം രാശി. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നാളുകാർ. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിലും സംയോജിതമായി തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും. കർമ്മരംഗത്ത് ശുഷ്കാന്തി വന്നു ചേരുന്ന സമയമാണ്, അല്ലെങ്കിൽ കർമ്മങ്ങളിൽ ശുഷ്കാന്തി പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ ലഭിക്കുകയും അത് ശരിയായി തന്നെ നിങ്ങൾക്ക് സ്വീകരിക്കുവാൻ സാധിക്കുകയും ചെയ്യാം. ധനപരമായ സംതൃപ്തി വന്ന് ചേരാവുന്ന ദിവസമാണ്. കച്ചവടവുമായി ബന്ധപ്പെട്ട് പോലും ഉണർവ് പ്രതീക്ഷിക്കാവുന്നതാണ്. പല കാര്യങ്ങളിലും പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും പിണക്കം മറന്ന് വീണ്ടും ഒരുമിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും എങ്കിലും ചില കാര്യങ്ങളിൽ കുടുംബാംഗങ്ങൾ അനുകൂലിച്ചില്ല എന്നും വരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ധനപരമായ നിയന്ത്രണം കൊണ്ടുവരേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ചെലവ് വർദ്ധിക്കുന്നതായ സാഹചര്യം വന്നു ചേരുന്ന ദിവസമാണ്. പ്രവർത്തന മികവ് വന്നു ചേരാവുന്ന സമയവും അഭിനന്ദനങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്ന സമയവുമാണ്. പല ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തുവാൻ സാധിക്കും. സംയോജിതമായി തന്നെ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും. ചുമതലകൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പലരെയും ഏൽപ്പിക്കേണ്ടതായി വരാം. ധനാഗമം ഉണ്ടാകുന്നതായ സമയം തന്നെയാണ്. സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കാവുന്ന സമയമാണ്. പല കാര്യങ്ങളിലും സമയം കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. പ്രത്യേകിച്ചും ഗൃഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീർച്ചയായും നിങ്ങൾക്ക് സമയം കണ്ടെത്തുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ തടസ്സപ്പെട്ടതിനാൽ ഉത്കണ്ഠ ഉണ്ടാകാവുന്ന ദിവസവുമായി മാറാം. കൂടാതെ ഈ സമയം വസ്തുക്കൾ നഷ്ടപ്പെടാതിരിക്കുവാൻ അല്ലെങ്കിൽ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ തിരിച്ചടികൾ വന്ന് ചേരാതിരിക്കുവാൻ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഇന്നേ ദിവസം സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ചില സഹായങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. താൽക്കാലികമായ ജോലിക്കായുള്ള ശ്രമങ്ങൾ വിജയിക്കുവാനുള്ള സാധ്യതകളുണ്ട്. പല കാര്യങ്ങളിലും സംതൃപ്തി ഉണ്ടാകും എങ്കിലും ചില കാര്യങ്ങളിൽ അസംതൃപ്തി ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് വന്ന് ചേരാവുന്നതുമാണ്. കൂടാതെ ഇന്നേ ദിവസം മനസന്തോഷം ഭവിക്കുന്നതായ ചില കാര്യങ്ങൾ സുഹൃത്തുക്കൾ മൂലമോ വേണ്ടപ്പെട്ടവർ മൂലമോ വന്നു ചേരാം. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. ധനക്ലേശങ്ങൾ ഒരു പരിധിവരെയെങ്കിലും ഒഴിവാക്കുവാൻ സാധിക്കും. ഇന്നേ ദിവസം മഹാവിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നതും അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭഗവാന് ഭാഗ്യസൂക്തം നടത്തി പ്രാർത്ഥിക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. മഞ്ഞ പുഷ്പങ്ങൾ സമർപ്പിച്ച് ഇന്നേ ദിവസം ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നതും ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. കുംഭം രാശി. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നീ നാളുകാർ. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നതായ ഒരു ദിവസമായി മാറാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം ചിലരോട് അറുത്തുമുറിച്ച് പറയേണ്ടതായ സാഹചര്യം വന്നു ചേരാം. ധനപരമായി സംതൃപ്തി ഉണ്ടാകുന്ന സമയമാണ്. ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും മേൽനോട്ടം വഹിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കാര്യകുശലത അഭിനന്ദിക്കപ്പെടുന്ന ദിവസമാണ്. തൊഴിൽപരമായോ അല്ലാതെയോ അല്പം അലച്ചിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ്. പല കാര്യങ്ങളിലും അനുമതി ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ചില പരിശ്രമങ്ങൾ നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുന്ന ദിവസം കൂടിയാകുന്നു. കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. ഗാർഹികമായ ചുമതലകൾ
ചില കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്തുവാൻ സാധിക്കാത്തത് വിമർശനങ്ങൾക്കോ അല്ലെങ്കിൽ വിഷമങ്ങൾക്കോ കാരണമായി തീരാം. അതിനാൽ ആ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണം. കൂടുതലായി ചിന്തിക്കുകയും ചിന്തിച്ച് കാട് കയറുവാനുമുള്ള സാധ്യതകളുണ്ട്. സംയോജിതമായി തന്നെ പല കാര്യങ്ങളിലും പ്രവർത്തിക്കാൻ സാധിക്കും എങ്കിലും ചില കാര്യങ്ങളിൽ തീരുമാനം എടുക്കുവാൻ സംശയം തോന്നാവുന്നതുമാണ്. ഇന്നേ ദിവസം വേണ്ടപ്പെട്ടവരുമായി അനുകൂലമായ സമയം ചെലവഴിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ചെലവ് അല്പം വർദ്ധിക്കുന്ന ദിവസം തന്നെയാണ്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പണവരവ് വർദ്ധിക്കുവാൻ സാധ്യതയുള്ള ദിവസം തന്നെയാകുന്നു. ആരോഗ്യ കാര്യങ്ങളിൽ അലംഭാവം പാടുള്ളതല്ല. ജോലിഭാരം പ്രതീക്ഷിച്ച അത്രയും കുറയില്ല എന്നുള്ളതാണ്. പല കാര്യങ്ങളും മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കും. തൊഴിൽപരമായോ ബിസിനസ് പരമായോ അല്പം നേട്ടങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളിലും അത് കാര്യാലോചനകളിലാണ് എങ്കിലും കണിശത പാലിക്കുവാൻ സാധിക്കുന്നതാണ്. ചില കാര്യങ്ങൾ ഇന്നേ ദിവസം വാങ്ങുന്നത് പണച്ചെലവ് വർദ്ധിപ്പിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ബന്ധങ്ങൾ ദൃഢമാകുവാൻ അല്പം ക്ലേശിക്കാവുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിലെ അപസ്വരങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് ഒരു പരിധിവരെയെങ്കിലും സാധിക്കുന്നതാണ്. പിടിവാശികൾ ഉപേക്ഷിക്കുവാൻ തയ്യാറാകേണ്ട സമയമാണ്. കൂടാതെ ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ വന്ന് ചേരാവുന്നതാണ്. ഈ സമയം പ്രധാനമായും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പ്രതീക്ഷിച്ച പോലെ സംഭവിക്കുന്നതുമാണ്. ഏകാഗ്രതയോടെ പ്രവർത്തിക്കാൻ സാധിക്കും. തടസ്സങ്ങളിൽ സംഭ്രമിക്കില്ല എന്നതും ഓർക്കേണ്ടതായ കാര്യം തന്നെയാകുന്നു. അനുരഞ്ജനത്തിലൂടെ പല കാര്യങ്ങളും അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുകയും ചെയ്യാം. ഇന്നേ ദിവസം സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നതും ഭഗവാന് മഞ്ഞ പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഭാഗ്യസൂക്തം നടത്തി പ്രാർത്ഥിക്കുന്നതും ഐശ്വര്യവർദ്ധനവിന് സഹായകരമായി തീരും. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക.